ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. നിങ്ങളിത് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇതാണ് ആ ഫ്രൂട്ട്. സ്വർഗത്തിലെ ഖനി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരാണ് ഗ്യാക് ഫ്രൂട്ട് എന്ന് പറയും. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ഗ്യാക് ഫ്രൂട്ട്. ഇതിൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമാണ്. അതാണ്ട് നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ചക്കയുടെ മുള്ള് നിൽക്കുന്നത് പോലാണ് തോന്നണത്. കണ്ട, നല്ല കാണാനൊക്കെ എന്ത് നല്ല ഭംഗിയാണല്ലേ. ഓക്കെ, ഇതിങ്ങനെ പടർന്നിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ മരമായിട്ടൊന്നുമല്ല, പടർന്നിങ്ങനെ കിടക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലെ ആ കുരു കണ്ടില്ലേ, ആ കുരു അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അതാണ്ട് ഇത് നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ പാവലില്ലേ, പാവയ്ക്ക പഴുക്കുമ്പോൾ അരി എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ആ അരിയെല്ലാം നമുക്കൊന്ന് എടുക്കാം. എടുത്തതിന് ശേഷം ഇത് കളയരുത് കേട്ടോ. ഈ അരി ഇതാണ് ഇതിൻ്റെ ആ അരി വേർതിരിച്ചിട്ട് അതിൻ്റെ ഈ പൾപ്പെല്ലാം നമുക്ക് എടുക്കണം. ഇതും അതുകൊണ്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അരി മൊത്തം ഞാനിപ്പം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. ഈ അരി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയിട്ട് അതിൻ്റെ ആ കഴുകുന്ന വെള്ളവും അതുമെല്ലാം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. അത് ഞാൻ കഴുകിയെടുത്ത് വെച്ച വെള്ളമാണിത്. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അരി നമ്മൾ സെപ്പറേറ്റ് മാറ്റി നമുക്കത് പാകാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതാണ്ട് ഇതിനകത്ത് ഈ പൾപ്പ് കണ്ടല്ലോ, അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, കരിക്കൊക്കെ ഇളക്കും പോലെ നമുക്കിതിന് ഇളക്കിയെടുക്കാൻ പറ്റും. അധികം അകത്തേക്കിട്ട് ഇളക്കിയെടുക്കണ്ട കേട്ടോ. ഇതിനൊരു ചെറിയൊരു കയ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തില്ല, നമ്മൾ വെച്ച വെള്ളം ഉണ്ടല്ലോ, കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുറേ പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ശേഷം ബാക്കി വന്ന വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് പാലും അതിലേക്ക് ഒഴിച്ച് അതുകൊണ്ട് അരച്ചെടുത്തതാണ് ഇത്. നമുക്കൊരു ഗ്ലാസ്സിലേക്കത് സെർവ് ചെയ്യാം. ഈ ആളിനെ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. ജ്യൂസിന് വലിയ ടേസ്റ്റൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ വളരെ ഔഷധ ഗുണമുള്ള ഒരു ജ്യൂസാണിത്. അതായത് കാഴ്ചശക്തി കൂട്ടാനും ഡിപ്രഷൻ പെട്ടെന്ന് കുറയ്ക്കുന്നതിനും യൗവനം നിലനിർത്തുന്നതിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.